ഈ 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി LDF തയ്യാറാക്കിയ പ്രകടന പത്രികയിലെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുകയാണ്. അതായത് സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. അങ്കണവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാകും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും. ഈ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ വോട്ട് നേടി 2016 മെയ്യിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. 2021 തെരഞ്ഞെടുപ്പിലും ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തുടർന്നു. 9 വർഷം പിന്നിടുകയാണ്. എന്നിട്ടും 2016 പ്രകടന പത്രികയിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗത്തിൽപ്പെടുന്ന സ്കീം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ സർക്കാർ ചെയ്യുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പറഞ്ഞു വരുമ്പോൾ ഈ ആശാപ്രവർത്തകരുടെ കാര്യത്തിലേക്ക് തന്നെയാണ്. ഇത് CPM-നെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. CITU നേതാവ് MLA ആയിരുന്ന എളമരം കരീം ആശമാരുടെ ആനുകൂല്യം 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് 2014 കേരള നിയമസഭയിൽ ആവശ്യപ്പെടുകയുണ്ടായി. ആശാപ്രവർത്തകർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ 2 മാസത്തോളം ആകുകയാണ്. അവരതിനൊക്കെ മുമ്പ് തന്നെ പ്രാദേശികമായിട്ട് പലയിടങ്ങളിലും ഒക്കെ ഇതിന് പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും ഇതാരും ശ്രദ്ധിച്ചില്ല. ആ പ്രാദേശിക ഇടങ്ങളിൽ മാത്രം നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞ് 2 മാസത്തോളം സമരം ചെയ്തപ്പോൾ പലരും, എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരും വന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപി വന്നു, അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നു, പിന്നെ കോൺഗ്രസ്സിലെ എല്ലാവരും വന്നു. പക്ഷെ കാര്യങ്ങളൊന്നും എത്താതെ വഞ്ചി തിരുനക്കരയിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളൊരു കാര്യം ഓർക്കണം. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് ഇവിടെ നിന്നൊരു കോൺഗ്രസിൻ്റെ നേതാവങ്ങ് മുംബൈയിലേക്ക് വണ്ടി കയറിയില്ലേ? മുംബൈയിൽ വണ്ടി കയറി അവിടെ പോയി അറസ്റ്റ് വരിച്ചു. എന്തിനു വേണ്ടി? ഒന്ന് ആലോചിക്കണം. ഇവിടെ ഈ ആശാപ്രവർത്തകർക്ക് വേണ്ടി 24 മണിക്കൂറെങ്കിലും അവരോടൊപ്പം ഇരിക്കാനായിട്ട് ഈ ചെന്നിത്തല നായർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങും. 26,000-ലധികം ആശാപ്രവർത്തകരാണുള്ളത്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ മാറി മാറി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കതറിട്ട് മസിൽ പിടിപ്പിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ശീതീകരിച്ച വണ്ടിയിൽ ചെന്ന് അവരുടെ മുമ്പിൽ ഇറങ്ങും, അവരോടൊപ്പം നിൽക്കും, ഇളിക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും, പത്രത്തിൽ വരും. ഇത് മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമരം മാത്രം മതിയല്ലോ നിങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ. എന്നിട്ട് മുംബൈയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നു. അപ്പൊ സോണിയ അമ്മച്ചിയെയും ആ പപ്പുമോൻ എന്ന് പറയുന്ന കോൺഗ്രസിന് വകയ്ക്ക് കൊള്ളാത്ത അവരെ ചോദ്യം ചെയ്യാനെന്നുള്ള രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനാണ് പോയത്. അതും മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി നാണം കെട്ടാണ് ചെന്നിത്തല നായർ അവിടുന്ന് വണ്ടി കയറിയത്. എന്നിട്ട് പിന്നെയും തിരിച്ച് നാണമില്ലേ അവിടെ കാലുകുത്താൻ? ഇവിടെ എത്രയോ പ്രതിഷേധിക്കേണ്ടതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വലിയ സ്ത്രീ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കുമല്ലോ. എന്തിൻ്റെ പേരിൽ? CPM ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും, ആശാപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്, കേന്ദ്രവും കേരളവും ഒക്കെ തന്നെ ഒരുപോലെയാണ്. ഞങ്ങളുടെ ഈ ജീവിതത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരുപോലെ ഉത്തരവാദികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇത് തുടങ്ങിയത്. എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇവരെ ഈ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചിഴച്ചതിന് ഉത്തരവാദി ആരാണ്? കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷമായി നിലകൊണ്ടുകൊണ്ട്
വെച്ചുകൊണ്ട് എത്രയോ വിഷയങ്ങൾ ഈ പ്രതിപക്ഷത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇവർക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ പലരും വേഷം കെട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ നേതാക്കന്മാർ ഏറ്റെടുക്കുക, അവരുടെ കീഴിൽ അതിൻ്റെതായ പ്രവർത്തകരെ നിർത്ത്. KPCCക്ക് കുറേ സെക്രട്ടറിമാരുണ്ടല്ലോ, കുറേ പെട്ടിയെടുപ്പുകാരുമില്ലേ, പിന്നെ ഘടകകക്ഷികളില്ലേ. ഈ ഘടകകക്ഷികളെ എല്ലാം തന്നെ എന്താണ് കൊണ്ടുവരാത്തത്? UDF എന്ന് പറയുന്ന ഒരു സംവിധാനമില്ലേ? ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് 24 മണിക്കൂർ ആ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇവർക്ക് വേണ്ട പിന്തുണയുമായിട്ട് വന്നിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. എത്ര വിഷയങ്ങൾ, ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിലെ പറഞ്ഞിരിക്കുന്നത് 2500 ആക്കും ക്ഷേമ പെൻഷൻ. ഇപ്പോഴും കൊടുക്കാനുണ്ട് കുടിശ്ശിക. സാധാരണക്കാരെ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാതായിട്ട് നാളുകളായി. ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് ഇവർക്ക് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് വിഷയമാക്കിക്കൊണ്ട് പ്രതിഷേധിച്ചുകൂടാ? മഹാരാഷ്ട്രയിൽ സോണിയ അമ്മച്ചിക്കും പപ്പുമോനെയും വേണ്ടിയിട്ട് അവിടെ സമരം ചെയ്യാൻ പോയതാണ് ഈ ചെന്നിത്തല നായർ. അല്ലാതെ ഇവിടുത്തെ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട് കിടക്കുന്ന ഈ ആശാപ്രവർത്തകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.